ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു പാർട്ട് 2 വീഡിയോ ആണ്. മൈ ബഡ്ജീസ് വ്ലോഗ് എന്ന് പറയുന്ന വീഡിയോയുടെ പാർട്ട് 2 വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും അതിലോട്ട് കിടക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് എന്നത്തെയും പോലെ നമ്മുടെ കിളിക്കൂട്ടിലേക്ക് കിടക്കാം. ഇപ്പോൾ നമ്മളൊരു തുണിയിട്ടുണ്ട് ഇവിടെ. കിളികളെ അതിൻ്റെ ഉള്ളിൽ വിടുമ്പോൾ പാറിപ്പോവാതിരിക്കാനാണ് ഗൈസ് നമ്മൾ അങ്ങനെ ഒരു തുണി ഇടുന്നത്. ഇങ്ങനെ ഏവിയറി ആണെങ്കിലും വൺ ഡോർ ആണെങ്കിൽ ഏവിയറല്ല, ഇതുപോലെ റൂമാണെങ്കിലും വൺ ഡോർ ആണെങ്കിൽ ഇങ്ങനെ വെക്കുന്നത് നല്ലതാണ് ഗൈസ്. ഈ കാണിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം, ഒരു റെഡ് ഐ ബഡ്ജിയാണ്. അപ്പോൾ മുട്ടയിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് തീറ്റപാത്രം എടുക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ കിളിക്കൂട്ടിലെടുത്ത തീറ്റ നമ്മളൊരു മുറത്തിലോട്ടാക്കുന്നുണ്ട്. ഗൈസ് നമ്മൾ മുറത്തിലോട്ടാക്കിയ തിന ഇപ്പം ചേറുകയാണ്. കാരണം ഈ കിളികൾ തിനയുടെ ഉള്ളിലുള്ളൊരു സാധനമാണ് കഴിക്കുക. അപ്പോൾ അതിൻ്റെ തോട് പുറത്തിടും. അപ്പോൾ നമ്മൾ ഈ തോട് ഈ തിന്നയിലുണ്ടാകും. അപ്പോൾ നമ്മളത് ചേറി കളയണം, അല്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടം പറ്റും. ചിലവരൊക്കെ അറിയാത്തവരിത് മൊത്തം എടുത്ത് കളയും. അങ്ങനെ അറിയാത്തവരൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് ഇനി അങ്ങനെ ചെയ്യരുത് ഗൈസ്. നമ്മൾ നല്ലവണ്ണം ചേറി കളയണം. ഇതിൽ ഈ ഉമി എന്ന് പറയും, രണ്ട് തോടായി. അപ്പോൾ ഗൈസ് നമുക്ക് ഒന്നുകൂടി നമ്മുടെ കിളിക്കൂട്ടിലേക്ക് കയറാം. അപ്പോൾ നമുക്ക് വെള്ളപ്പാത്രം കൂടി എടുക്കണം കിളികളുടെ കൂട്ടിൽ നിന്ന്. അപ്പോൾ നമുക്ക് കൂട് തുറക്കാം. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച കിളിയുടെ പെയർ. ഇത് മെയിലാണ്, അതിൻ്റെ ഉള്ളിൽ കാണുന്നതാണ് ഫീമെയിൽ. നമുക്ക് വെള്ളപ്പാത്രം മെല്ലെ പുറത്തോട്ട് എടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ 2 വെള്ളപ്പാത്രം എടുത്തു. അപ്പോൾ ഗൈസ് നമ്മുടെ കിളിക്കൂട്ടിൽ നിന്ന് എടുത്ത നമ്മുടെ കിളികളുടെ പാത്രം നമുക്ക് അതിലെ വെള്ളം നമുക്ക് നേരെ നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചെടുക്കാം. നമുക്ക് നല്ലതാണ്, കിളികളുടെ കാഷ്ടമൊക്കെ വേണ്ടിയിട്ട് അഴുക്കായിരിക്കുന്ന വെള്ളമാണ്. അപ്പോൾ നമ്മൾ ചെടികൾക്ക് ഒഴിച്ചെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ കിളികളുടെ വെള്ളപ്പാത്രം നല്ലോണം കഴുകണം. നമ്മളിപ്പോൾ ഒരു ചകിരി ഇട്ട് നല്ലോണം ഉരച്ചിട്ടാണ് കഴുകേണ്ടത്. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെയാണ് കഴുകണത്. നല്ലോണം ഉരച്ച് കഴുകണം ഗൈസ്. കാരണം ഈ ബേഡ്സിന് ലൂസ് മോഷനൊക്കെ വരാൻ കാരണം ഈ വെള്ളം അഴുക്കായിട്ട് അവർ കാഷ്ടിട്ടിട്ട് അഴുക്കായ വെള്ളം തന്നെ അവർ കുടിക്കും കൊണ്ടാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ആ പാത്രത്തിൽ ജേംസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്തായാലും നല്ലോണം ചകിരി ഇട്ട് ഉരച്ച് ക്ലീനാക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ കഴുകിയ വെള്ളപ്പാത്രം വെയിലത്ത് വെച്ച് ഉണക്കുകയാണ്. അപ്പോൾ നമ്മൾ കിളികൾക്ക് വേണ്ടിയുള്ള വെള്ളം റെഡിയാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് കത്തിച്ച് കൊടുക്കാം. ജസ്റ്റ് നമ്മൾ സാധാ വെള്ളം എടുത്തിട്ട് നമുക്കൊന്ന് കത്തിച്ച് കൊടുക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വരട്ടെ. നമ്മുടെ വെള്ളം ചൂടാവുന്നതിന് മുന്നേ തന്നെ നമ്മൾ പനിക്കൂർക്ക ഇല വെള്ളത്തിലിട്ട് കൊടുക്കണം. ഇത് ബേഡ്സിൻ്റെ പ്രതിരോധ ശക്തി കൂട്ടാനൊക്കെ സഹായിക്കുന്നതാണ്. നല്ലോണം കഴുകിയതിന് ശേഷം വേണം ഗൈസ് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ കഴുകിയെടുത്ത പനിക്കൂർക്ക നമുക്ക് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഗൈസ്. ഞാൻ തിളച്ച് വരട്ടെ. നമ്മൾ പെട്ടെന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് അടച്ചു കൊടുക്കുന്നുണ്ട് പ്ലേറ്റ് വെച്ചിട്ട്. അപ്പോൾ തിളച്ചിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മുടെ കിളികൾക്ക് വേണ്ടിയുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല ഫ്രഷ് മഞ്ഞൾപ്പൊടിയാണ്, കടയിൽ നിന്ന് വാങ്ങുന്നതല്ല. നമുക്കൊരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് മതി മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇത് ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിത് കുറച്ച് നേരം ആറാൻ വെക്കണം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ വെള്ളം ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചൂടാറിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മുടെ വെള്ളം ചൂടാറിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഉണക്കി വെച്ച നമ്മുടെ തീറ്റപാത്രം അല്ല വെള്ളപ്പാത്രവും ഉണങ്ങി സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് നമ്മുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗൈസ് അപ്പോൾ ഇത് നമ്മൾ പാറ്റിയ തീനയാണ്.
അപ്പോൾ നമുക്ക് പാറ്റിയുള്ള ചെറിയ തീനയാണ്. അപ്പോൾ നമുക്ക് തീറ്റപ്പാത്രത്തിലോട്ട് ഇത് ഇട്ട് കൊടുക്കാം. തീറ്റപ്പാത്രത്തിൽ ഇട്ടതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് തിന നമ്മളെടുത്ത് സ്റ്റോക്കുള്ള തിന നമ്മൾ ആവശ്യത്തിനായിട്ട് കറക്റ്റ് അളവിൽ നമ്മുടെ പാത്രത്തിലേക്ക് കൊട്ടിക്കൊടുക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ തിന ചൂടാക്കാം. ഇത് നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കൊടുന്ന തിനയാണ്. തിനയും കടൽനാക്കും നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിന ചൂടാക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ തിന ചൂടാക്കാം. ഇതാണ് നമ്മൾ തിന ചൂടാക്കി എടുക്കുന്ന പാത്രം. അധികം ഒന്നും തീ വെക്കരുത്. ആദ്യം ഫുള്ളിൽ വെച്ച് പിന്നെ ഒരു മീഡിയം ലെവലിലാക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ തിന അതിലോട്ട് ഇടാം. ഇപ്പം നമ്മൾ 2 കിലോയോളം തിനയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഇനി ഒരു ടാബ്ലറ്റ് മിക്സ് ആക്കണം. അത് നമ്മൾ ലാസ്റ്റ് പറയാം. ഗൈസ്, അപ്പം നമ്മളൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഒരു ബ്രൗൺ കളറൊന്നും ആവണ്ട, പിടിച്ചാൽ ചെറുതായിട്ടൊരു ചൂട് മാത്രം മതി. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്മെല്ല് വരുന്ന വരെ ചെയ്യണം. തിനയുടെ ഒരു വറുത്ത ഒരു സ്മെല്ല് വരുന്ന വരെ ഒന്ന് ഫ്ലെയിമിൽ വെക്കണം. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. ഈ തിന ഇങ്ങനെ വറക്കുന്നത് ഒരു ഉപകാരം കൂടിയുണ്ട്. നമ്മളുടെ കിളികൾക്ക് ഈ തിനയുടെ തോട് വറക്കുമ്പോൾ കട്ടിയാകും. അപ്പോൾ കിളികൾക്ക് തിന്നാൻ നല്ല സുഖമായിരിക്കും. ഗൈസ്, അപ്പോൾ നമ്മുടെ തിന വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഈ കാണുന്ന മുറത്തിലോട്ടാക്കാം. അപ്പോൾ നമുക്ക് ഈ തിന ഇതിലോട്ട് മാറ്റാം. അപ്പോൾ ഗൈസ്, നമ്മൾ തിന മുളത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇനി ഇതിലോട്ട് ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് ഇവിയോൺ ടാബ്ലറ്റ് ഇതിലോട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിയോൺ ടാബ്ലറ്റ് എടുക്കാം. പിന്നെ ഈ കാണുന്നത് ഒരു ഹാൻഡ് ഫീഡിങ് ഫോർമുലയാണ്. അപ്പോൾ നമ്മുടെ ലവ് ബേർഡിൻ്റെ ഒരു ചിക്കനെ ഹാൻഡ് ഫീഡ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ ഹാൻഡ് ഫീഡിങ്ങിൻ്റെ വീഡിയോ ഉടനെ വരുന്നതാണ്. ആരും കാണാൻ മറക്കരുത്. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിയോൺ 400 ടാബ്ലറ്റ്. ഇത് വിറ്റാമിൻ ടാബ്ലറ്റ് ആണ്. ചിലർക്കൊക്കെ അറിയുന്നുണ്ടാകും. ഇത് നമ്മൾ 2 കിലോ തിനയ്ക്ക് 2 ടാബ്ലറ്റ് എന്ന അളവിലാണ് മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിയോൺ ടാബ്ലറ്റ്. ഇതിൻ്റെ ഉള്ളിലൊരു ജെല്ലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു പിന്ന് വെച്ചത് പൊട്ടിക്കാം അറ്റം. ഇനി നമ്മൾ ചെറുതായിട്ടൊന്ന് നമ്മുടെ തിനയിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. ഓരോരോ ഡോട്ടായി എല്ലായിടത്തും നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ 2 ഇവിയോൺ ടാബ്ലറ്റ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മിക്സായി കൊടുക്കാം. ആദ്യം നമ്മളൊരു കയ്യിൽ വെച്ചിട്ടാണ് മിക്സ് ആക്കുന്നത്. അതിന് ശേഷം കൈ വെച്ച് നല്ലോണം മിക്സ് ആക്കണം. അപ്പോൾ ഗൈസ്, നമ്മൾ ചൂടാറിയ ശേഷം മുറത്തുനിന്ന് മാറ്റിയിട്ട് നമ്മൾ ആ പാത്രത്തിൽ എണ്ണ ഇട്ടിട്ട് കുറച്ച് നേരം മിക്സ് ആക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ തിന ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ചൂടാറിയ ശേഷം മാത്രമാണ് മാറ്റാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇതിലെ വാട്ടർ വേപ്പർ കാരണം തിന പിന്നെ നനയും. അപ്പം നമ്മൾ ചൂടാറിയതിന് ശേഷം നമ്മളെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഗൈസ്, നമുക്ക് കറക്റ്റാക്കി വെച്ച നമ്മുടെ തിന നമുക്ക് നമ്മുടെ കിളികൾക്ക്
കൂട്ടിലേക്ക് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച കിളികൾക്കുള്ള വെള്ളവും നമുക്ക് അവരുടെ കൂട്ടിലോട്ട് വെച്ച് കൊടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയാണുള്ളൂ. ഈ പാർട്ട് തീർന്നിരിക്കുകയാണ്. ഇനി നമ്മുടെ ഹാൻഡ് ഫീഡിങ്ങിനെയും പിന്നെ ഫിഞ്ചസിനെ കുറിച്ചും വീഡിയോ ഉടനെ വരുന്നതാണ്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.